കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ മിയയാണ് കാണിക്കുന്നത്. അവൾ ഫ്രണ്ട്സിനൊപ്പം കോളേജിൽ വന്നിരിക്കുകയാണ്. അവരെല്ലാവരും ഏത് ക്ലബിൽ ചേരണമെന്ന് ആലോചിച്ച് അപ്പോൾ ഒരു സുന്ദരനായ പയ്യനെ കണ്ടുമുട്ടുന്നു. അത് മറ്റാരുമല്ലായിരിക്കും, കഥയിലെ നായകനായ ജിയാങ് ആണ്. അവനെ കണ്ടതും ഫ്രണ്ട്സ് എല്ലാവരും ഹീറോയോട് മിണ്ടാനായി പോകുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി ജിയോയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ വീചാറ്റ് ആവശ്യപ്പെടുകയും തന്നോട് ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തൻ്റെ വീചാറ്റ് അവൾക്ക് നൽകില്ലെന്ന് വ്യക്തമായി പറഞ്ഞ് ഉടനെ അവൾ നിന്ന് അകന്നു മാറി. ഇതെല്ലാം ഈ 3 പേരും കാണുകയും കേൾക്കുകയും ചെയ്ത് ഇതേപോലുള്ള ഒരാളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്ന് മിയ പറഞ്ഞ് അവർ ഹീറോയോട് മിണ്ടാതെ ഒരുമിച്ച് ഒരു ക്ലബിൽ പോവുകയാണ്. പോകുന്നിടയിൽ മിയ ജിയയെ തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് ജിയ അവളെ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. ശേഷം മിയാങ്ങിന് മുത്തശ്ശിയിൽ നിന്നൊരു കോള് വരുന്നു. പക്ഷേ അബദ്ധത്തിൽ കോള് സ്പീക്കറിലായതിനാൽ മുത്തശ്ശി മിയാന്റെ പേര് ഉച്ചത്തിൽ വിളിക്കുമ്പോൾ തന്നെ ജിയ അത് കേട്ടു. സത്യത്തിൽ അവളുടെ പേര് ഹീറോയെ കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവൾ സ്പീക്കറിലിട്ടത്. ഹീറോയെ കേൾപ്പിച്ചിട്ട് അവൾ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. ഹീറോ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് ഹീറോയുടെ ഫ്രണ്ട് കാണുകയും അവനോട് നീ എന്തിനാ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അസ്വസ്ഥയായിരുന്നപ്പോൾ ഒരു പെൺകുട്ടി അവനൊരു കത്ത് എഴുതി കൊടുത്തു. ആ കത്തിൽ അവൾ അവനു വേണ്ടി ആശ്വാസകരമായ വാക്കുകളായിരുന്നത്. അത് എഴുതിയത് മറ്റാരുമല്ലായിരിക്കും, മിയയാണ്. അവൾ ഹീറോയുടെ മുൻ കാമുകിയുടെ ഒറ്റ സുഹൃത്താണ്. മിയയുടെ പുതിയ ഹെയർ സ്റ്റൈൽ കാരണം തിരിച്ചറിയാനേ കഴിഞ്ഞില്ല. ഹീറോ മുൻ കാമുകിയുമായി വേർപിരിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. എന്നാൽ മുൻ കാമുകിയുടെ പേര് പോലും ഓർമ്മയില്ല. എന്നിരുന്നാലും ഹീറോയ്ക്ക് കത്തയച്ച അജ്ഞാതമായ പെൺകുട്ടിയുടെ പേര് മാത്രമാണ് ഓർമ്മയുള്ളത്. മറുവശത്ത് മിയാൻ ഹോസ്റ്റൽ മുറിയിലാണ് 2 റൂംമേറ്റ്സുകൾക്കൊപ്പം. 2 പേരും ഇപ്പോഴും ജിയെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. ആ ആൺകുട്ടി എത്ര സുന്ദരനാണെന്നും അവന് സുന്ദരിയായ പെൺകുട്ടികളെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ഇത് കേട്ട് മിയയ്ക്ക് വിഷമാവുകയും അപ്പോൾ അതിലൊരുത്തി നമ്മുടെ മിയ വളരെ ക്യൂട്ടാണല്ലോ, ഞാനൊരു ആൺകുട്ടിയാണെങ്കിൽ തീർച്ചയായും മിയയെ ഡേറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് മിയൻ്റെ ഭംഗിയെ പ്രശംസിക്കാൻ തുടങ്ങി. അതിനുശേഷം മിയാൻ നായയെ കൂട്ടി നടക്കാനായി ഇറങ്ങുകയാണ്. അന്നേരം ഹീറോയെ കണ്ടുമുട്ടുന്നു. നായക്കുട്ടി ആണെങ്കിൽ ഹീറോയെ കണ്ടതും ചുറ്റി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ മിയാൻ ഹീറോയുടെ ക്ഷമിക്കണം, അവന് നിന്നെ ഇഷ്ടപ്പെട്ടു കൊണ്ടാണ് അടുത്തേക്ക് വന്നെന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി വിളിക്കുന്നു. അങ്ങനെ നായ ഓടാൻ തുടങ്ങിയതും മിയ നായയും കൊണ്ട് ഓടിപ്പോകുന്നു. അപ്പോഴേക്കും അവൾ വീഴാനായി തുടങ്ങി. വീഴുന്നിടയിൽ മിയ അബദ്ധത്തിൽ ജിയുടെ ഷർട്ടിൽ പിടിച്ചതും ഷർട്ടിൻ്റെ ബട്ടണുകൾ തുറന്ന് അവൻ്റെ നെഞ്ച് വ്യക്തമായി കണ്ടു. ശേഷം അവൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കറിയാം, പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണിൽ എന്തോ ഒന്ന് പോയതിനാൽ ഇവൻ കരുതും ഇവൾ കരയുന്നതാണെന്ന. പിന്നീട് മിയൻ വളരെ നാണം കൊണ്ട് അവിടുന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ ആ നായ അവൻ്റേതായിരിക്കും. മിയൻ അവന് കൊടുത്തിട്ടായിരിക്കും പോവുക. വീട്ടിലെത്തുമ്പോൾ ഹീറോ അവൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ഹീറോ ഒരു സിംഗിൾ വ്യക്തിയുടെ അനുഭവം എന്തായിരിക്കുമെന്ന് അവനോട് ചോദിച്ചതും ആരോ വന്നതായി ബെല്ല് കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ അത് മിയയാണ്. അബദ്ധത്തിൽ അവളുടെ ബാഗ് ഹീറോയുടെ വീട്ടിൽ ഉപേക്ഷിച്ചു പോയി. അവൻ്റെ നായ എടുക്കാൻ നേരത്ത് അവൾ ഇവിടെ വന്നപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി. മിയൻ്റെ പെരുമാറ്റത്തിൽ പുഞ്ചിരിക്കാൻ തുടങ്ങി. ഒടുവിൽ നീ വളരെ ക്യൂട്ടാണെന്ന് ഹീറോ പറയുമ്പോൾ അവൾ വ്യക്തമായി കേട്ടില്ല. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചതും അവൻ നേരത്തെ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞു. ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം, വഴിയിൽ വെച്ച് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനായിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞ് അവൻ്റെ ബൈക്കിനടുത്തേക്ക് കൊണ്ടുവന്ന് ഹെൽമറ്റ് കൊടുക്കുകയാണ്. എന്നാൽ അവൾക്ക് അവന് പോകുന്നത് വരെ അവന് നോക്കി മറിഞ്ഞ് നിൽക്കുന്നുണ്ടായി. കാരണം അവൾ എത്ര വർഷമായി അവൾ രഹസ്യമായി അവന് പ്രണയിക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം മിയൻ റൂമിലേക്ക് വരുമ്പോൾ അവളുടെ റൂംമേറ്റ്സ് 2 പേരും അവളോട് ഡിന്നർ കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ മിയൻ പറഞ്ഞു സോറി, ഞാൻ ഡിന്നർ കഴിക്കാൻ മറന്നു. സോ അവർ നീ അത്താഴം കഴിച്ചില്ലെങ്കിൽ സാരമില്ല, നമുക്ക് കുറച്ച് ലഘുഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അവരിലൊരാൾ ക്യാമ്പസ് പോസ്റ്റ് കണ്ട് നമ്മുടെ കോളേജിലെ ഒരു സുന്ദരൻ പയ്യന് ഒരു കാമുകി ഉണ്ടെന്ന് പറയുന്നു.
ആരോ അവൻ്റെ കാമുകിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിയ അവളെ ബൈക്കിൽ നിന്ന് ഇറക്കി വിട്ടത് ആരോ ഫോട്ടോ എടുത്തതായിരിക്കും. പക്ഷേ അതിൽ അവളുടെ മുഖം വ്യക്തമായില്ല. റൂംമേറ്റ്സ് രണ്ടുപേരും അവളുടെ വസ്ത്രങ്ങൾ നോക്കി അവളാണെന്ന് തിരിച്ചറിയുകയും അത് നീയാണോ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇത്രയും നന്നായി പരിചയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവനും മുമ്പ് തന്നെ അറിയാമെന്നും രണ്ടുപേരും ഒരേ സ്കൂളിൽ നിന്ന് വന്നവരായിരുന്നു, പക്ഷേ ക്ലാസ്സുകൾ വ്യത്യസ്തമായിരുന്നു, ഒരിക്കലും മിണ്ടിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇവൻ നിന്നെ ഇവിടെ ഇറക്കി വിട്ടത്? ജിയ യഥാർത്ഥത്തിൽ അവളുടെ ഹൈസ്കൂൾ സുഹൃത്തിൻ്റെ കാമുകനാണ്. രണ്ടുപേരും ബൈക്കിൽ പരസ്പരം കെട്ടിപ്പിടിച്ചു വന്നു. അതിനെന്താ അർത്ഥം? നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മിയാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. കാരണം അവൻ എൻ്റെ സുരക്ഷയെക്കുറിച്ച് മാത്രമേ ആശങ്കയുണ്ടായുള്ളൂ. ശേഷം അവളുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഹീറോയെ സ്നേഹിക്കാനായിട്ട് പറഞ്ഞു പ്രോത്സാഹിപ്പിക്കുകയാണ്. അന്നേരം അവൾ അവളുടെ ഹൈസ്കൂൾ ദിവസങ്ങളെക്കുറിച്ച് അവൻ അവളെ എങ്ങനെ സ്നേഹിച്ചെന്ന് ഓർക്കുന്നു. രാവിലെ ഉണരുമ്പോൾ കാണുന്നത് അവളുടെ ഒറ്റ സുഹൃത്ത് യൂനാൻ തന്നെ കാണാനായി വന്നിരിക്കുകയാണ്. അവൾക്കായിട്ട് ഇഷ്ടമുള്ള വിഭവം കൊണ്ടുവരുന്നു. സോ വേഗം പല്ല് തേച്ച് കഴിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവളുടെ സുഹൃത്ത് അവളുടെ മുൻകാമുകനായ ഹാനിനെ കുറിച്ച് സംസാരിക്കുന്നു. രണ്ടുപേരും വേർപിരിഞ്ഞപ്പോൾ പരസ്പരം പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഹീറോ ഒരു അത്താഴ വിരുന്നിനെ ക്ഷണിക്കുകയെന്നും ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. മിയാൻ വന്ന് അവളും അവളുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് ആൺകുട്ടികളും കൂടി ഇങ്ങോട്ട് വരുന്നു. മിയെ കണ്ടതും എല്ലാ ആൺകുട്ടികളും അവൻ്റെ സുഹൃത്തിൻ്റെ ചാറ്റ് ID ചോദിക്കാനായി തുടങ്ങി. എന്നാൽ അവൾ അവന് കാണിക്കായിരിക്കും ID കൊടുക്കുക. ഇവനും ദേഷ്യപ്പെട്ട് എനിക്ക് കൂടി തരൂ എന്ന് പറയുന്നു. ജിയയുടെ സുഹൃത്തായ ഹാൻ ഞെട്ടിപ്പോയി. ഇന്നിതുവരെ അവൻ മിയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റാരും പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടില്ല. അപ്പോൾ മിയ അവനോട് അത് പറയാനായി തുടങ്ങുന്നു. പക്ഷേ ഹീറോ അവൻ്റെ ചാറ്റ് ആർക്കും കൊടുക്കാറില്ലല്ലോ. എന്നാൽ അവനത് മിയയ്ക്ക് നൽകി. ശേഷം മിയൻ്റെ എല്ലാ പോസ്റ്റുകളും പരിശോധിക്കുമ്പോൾ അതിലൊരു ഡോട്ട് കാണുന്നു. അത് കാണുമ്പോൾ അവനത് മനസ്സിലാവുകയാണ്. സ്കൂൾ കാലത്ത് അവൻ്റെ മേശക്കടിയിൽ ഒരു പെൺകുട്ടിയുടെ ഒരു കത്ത് ലഭിച്ചിരുന്നല്ലോ. അത് മിയാണ് എഴുതിയെന്ന് അവളാണ് അവനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് അവൻ കരുതി. ശേഷം മറ്റു പിള്ളേർ അവളോട് ഏത് ക്ലബിലാണ് ചേർന്നെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. ജിയുടെ ക്ലബിൻ്റെ പേര് കേൾക്കുമ്പോൾ മിയാൻ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് അവൻ ഞങ്ങളുടെ ക്ലബിൽ ചേരാത്തെന്ന്. പിന്നെ ജിയയുടെ ഫോണിലേക്ക് ഷൂവിൽ നിന്ന് ഒരു സന്ദേശം വരുന്നതായി സുഹൃത്ത് ഹാൻ കാണുകയും തുടർന്ന് ഷൂവിൻ്റെ പേര് കേൾക്കുമ്പോൾ മിയാങ് വാഷ്റൂമിൽ പോകാനുള്ള ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. ജിയയും ഷൂവും ഇപ്പോഴും ഒരുമിച്ചാണോ എന്നും ഇവരും ഡേറ്റിംഗ് ആരംഭിച്ചോ എന്ന് ചിന്തിക്കുമ്പോൾ മദ്യപിച്ച ഒരാൾ മിയനെ ശല്യപ്പെടുത്താനായി തുടങ്ങി. കറക്റ്റ് ടൈമിലായിരിക്കും അവിടേക്ക് ജിയെത്തി അയാളുടെ കൈ തിരിച്ച് കളയുന്നു. കൈ തിരിച്ച് ഒരു അടി കൊടുത്തിട്ട് അയാളോട് ദേഷ്യപ്പെടുകയും ഒരു കൊച്ചു പെൺകുട്ടിയെ തൊടാൻ നിനക്കെന്താ ഇത്ര ധൈര്യം വന്നു? ഹീറോയുടെ ദേഷ്യം കാണുമ്പോൾ മിയാൻ ഞെട്ടിപ്പോയി. ശേഷം മിയാൻ അകത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ ജി ചിരിക്കുകയായിരിക്കും. നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ വളരെ ഭംഗിയായി തോന്നുന്നതിലാണ് അവൻ പറയുന്നു. നീ എല്ലാ പെൺകുട്ടികളെയും ഇങ്ങനെ ക്യൂട്ടാണെന്ന് വിളിച്ചാൽ നിന്റെ കാമുകിക്ക് ദേഷ്യപ്പെടില്ലേ? എനിക്കതിന് കാമുകിയില്ലല്ലോ. പക്ഷേ എനിക്കൊരു കാമുകിയുണ്ടെന്ന് പലരും പറയുന്നത് കേട്ടു. ഒരിക്കൽ ഞാൻ അവളെ എൻ്റെ ബൈക്കിൽ അവളുടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി. ആരോ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് കോളേജ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ മിയൻ കരുതുന്നത് അവളും ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാകുമെന്നാണ്. എൻ്റെ കാമുകി ഇതിനെക്കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൾ നാണത്തോടെ വാഷ്റൂമിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. ശേഷം അവൾ പുറത്തേക്ക് വരുമ്പോൾ അവൻ അവിടെ തന്നെ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകും. അന്നേരം മിയാൻ്റെ റൂംമേറ്റ് പുറത്തിറങ്ങി വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ വെറുതെ സംസാരിച്ചിരുന്നാണെന്ന് പറയുകയാണ്. അതിനുശേഷം മിയാൻ സുഹൃത്തുക്കളൊപ്പം റൂമിലെത്തുമ്പോൾ ജിയയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവർ മിയയോട് പറയാൻ തുടങ്ങുന്നു. എന്തിനാണ് അയാൾ നിങ്ങളുടെ ചാറ്റ് ചോദിക്കാൻ വന്നത്? അതിനു പുറമെ നിങ്ങളുടെ പോസ്റ്റ് പോലും അവന് ഇഷ്ടപ്പെട്ടു. നിന്നെ കാണുമ്പോൾ അവന് നിന്നെ ഇഷ്ടമാണെന്നാണ് വ്യക്തമായിട്ടറിയാം. അത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമാവുകയും നമുക്ക് ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് അവളുടെ കിടക്കയിൽ പോയി കിടക്കുന്നു. അപ്പോൾ അവൾക്ക് ജിയിൽ നിന്ന് ഒരു സന്ദേശം കിട്ടുകയാണ്. അവളുടെ പോസ്റ്റിലെ പിക്ചറെല്ലാം കണ്ട് നീ തന്നെയാണോ വരച്ചെന്ന് ചോദിക്കുമ്പോൾ മിയ അവനോട് അതേന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അല്പനേരം സംസാരിക്കുകയാണ്. അടുത്ത ദിവസം മിയ റൂംമേറ്റിനൊപ്പം ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. അവളുടെ ഫ്രണ്ട് കാമുകനുമായി ഒരു ഡേറ്റിങ്ങിലാണെന്നും ഞാൻ പോകുന്നത് പറഞ്ഞു അവിടെ ഹീറോയെ കണ്ടതും മിയയോട്
നിന്റെ ജീവിതം നിന്നെ പിന്തുടരുകയാണെന്ന് പറഞ്ഞ് മിയ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ അവനെ കാണുന്നു. ജിയയും മിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് വന്ന് അവൾ ഉച്ചഭക്ഷണം കഴിച്ചോ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു. അവൾക്ക് മ്യൂസിക് ക്ലബിലേക്കാണ് പോകേണ്ടതും അവനും അവൻ്റെ കൂടെ വരുന്നത് കണ്ട് ഇവൻ ഈ ക്ലബിൽ ചേർന്നതായിട്ട് മനസ്സിലാവുകയും അവൾക്കും വളരെ സന്തോഷമാകുന്നു. അപ്പോൾ അവൾ ഈ ക്ലബിൽ എന്തിനാ ചേർന്നെന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലബിൽ ചേർന്നത്. അപ്പോൾ മിയ ഞെട്ടിപ്പോയി. ഇനി ഇവൻ എന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? എനിക്ക് വേണ്ടിയാണോ അവൻ ഈ ക്ലബിൽ ചേർന്ന് എന്നൊക്കെ. അതിനിടയിൽ ജി അവളെ വിളിച്ചു. നീ എന്താണ് ആലോചിക്കുന്നത്? എല്ലാവരും പോയെന്ന് പറഞ്ഞ് ജി വീണ്ടും മിയാൻ്റെ ബാഗും തൂക്കിയെടുത്ത് അത് കാണുമ്പോൾ ഒരു കാമുകൻ കാമുകിയുടെ ബാഗ് ചുമക്കാൻ സഹായിക്കുന്നത് പോലെ തോന്നുകയാണ് അവൾക്ക്. ശേഷം ജി മിയാൻ്റെ ഹോസ്റ്റലിലേക്ക് ആക്കുകയാണ്. അവിടെ വലിയ ജനക്കൂട്ടം നിൽക്കുന്നത് അവർ കാണുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് വിവാഹാഭ്യർത്ഥന നൽകുകയാണ്. ആ പെൺകുട്ടി മറ്റാരുമല്ല മിയയുടെ ഫ്രണ്ടാണ്. അത് കണ്ട ജി മിയനോട് ഇത്തരം കുറ്റസമ്മതങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണോന്ന് അവൾ അതേന്ന് പറയുന്നു. ഇതിന് ശേഷം മിയൻ മുറിയിലേക്ക് വരുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഇന്ന് നിനക്ക് ജിക്കുമിടയിൽ എന്താണ് സംഭവിച്ചത്? കാരണം ജിയും മിയും രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ച് ആണല്ലോ. അവർ കരുതും ഇവർ ഡേറ്റിങ്ങിലാണെന്ന്. അവൻ മിയയുടെ ക്ലബിൽ ചേർന്നെന്ന് അറിയുമ്പോൾ അവന് മിയെ ഇഷ്ടമാണെന്നാണ്. അപ്പോൾ മിയ നാണിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൾ കട്ടിലിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങിയോ എന്ന് ചോദിച്ച് ജിയാൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ അവളുടെ ഫ്രണ്ട് അവളുടെ കാമുകൻ്റെ അടുത്തായിരിക്കും ചെന്നിരിക്കുക. മിയയും ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് അവളുടെ അരികിൽ ഒരു പയ്യനായിരിക്കും വന്നിരിക്കുക. അവളെ വളയ്ക്കാൻ നോക്കുന്ന പയ്യനാണത്. ഇവൻ മിയയോട് പഠനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവളും പഠനപരമായി പഠിപ്പിക്കാനായി തുടങ്ങുന്നു. അന്നേരം അവിടേക്ക് ഹീറോ വരികയാണ്. മിയയുടെ അടുത്ത് ആ ആൺകുട്ടി ഇരിക്കുന്നത് കണ്ട് അവന് അസൂയ തോന്നി. ആ പയ്യനാണെങ്കിൽ അവളുമായി ക്ലോസ് ഇടപെടുന്നത് ഹീറോ നേരെ അടുത്തേക്ക് ചെന്ന് അവനെ നോക്കുന്നു. അപ്പോൾ മിയാൻ എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവൻ പറയുന്നത് നീ പുസ്തകം തലകീഴായി പിടിച്ചിരിക്കുകയാണെന്ന്. അവളുടെ ബുക്കും ബാഗും എടുത്ത് അവൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. ഇവരുടെ ഫ്രണ്ട്സ് ഇത് കാണുമ്പോൾ രണ്ടുപേർക്കിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ശേഷം ഹീറോ നമുക്കൊരു ദിവസം ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകാം. അപ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നു. ക്ലാസ് കഴിയുമ്പോൾ രണ്ടുപേരും പോകുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ജിയോട് വിചാറ്റിൻ്റെ ഐഡി ചോദിക്കുന്നു. പക്ഷേ ഹീറോ കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. അങ്ങനെ ചുറ്റിത്തീരലൊക്കെ കഴിഞ്ഞ് റൂംമേറ്റ്സ് രണ്ടുപേരും അവളോട് പറയാനായി തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ആരും കാണുന്നില്ല എന്നാണോ? നിങ്ങൾ കിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നവൾ പറഞ്ഞതും കവിളിൽ പിടിച്ചു വലിച്ച് നീ വളരെ മണ്ടിയാണ്, നീ ഇതുവരെ ആരുമായി ഡേറ്റിംഗ് നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ് നിനക്കറിയാത്തത്. ഇതിനുശേഷം പിറ്റേന്ന് മിയാൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതേ ആൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് അന്ന് ക്ലാസ്സിൽ നിന്റെ കൂടെ ഇരുന്ന പയ്യൻ നിന്റെ കാമുകനാണോ ഇല്ല എന്നായിരിക്കും അവളുടെ മറുപടി. പക്ഷേ അപ്പോഴേക്കും ജി അവിടേക്ക് വന്ന് മിയാൻ്റെ ബാഗ് എടുത്ത് ആ പയ്യനോട് ഇവിടെ നിന്ന് പൊക്കുമെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് ഓടിക്കുന്നു. പോകും വഴിയിൽ വെച്ച് ഹീറോ അവളോട് നിങ്ങൾ രണ്ടുപേരും വളരെ അടുപ്പത്തിലാണല്ലോ. മിയാൻ ഉടനെ അവനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. അവൾ അവിടെ ഇരിക്കുകയായിരുന്നെന്നും ആ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുകയായിരുന്നെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഹീറോയുടെയും അവളുടെയും ഫോട്ടോ ഒരു പെൺകുട്ടി എടുക്കുന്നു. അത് ശ്രദ്ധിച്ച ഹീറോ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുമോ, കോളേജ് പേജിൽ പോസ്റ്റ് ചെയ്താൽ അവൾക്കായിരിക്കും കൂടുതൽ ബാധിക്കുക എന്ന് പറഞ്ഞതിനാൽ ആ പെൺകുട്ടി ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. ഈ മിയൻ്റെ അടുത്തേക്ക് വന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ നീ അവളോട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നീ ശരിക്കും ക്യൂട്ടാണ്, അതാരും കാണിക്കേണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോൾ അവൾക്ക് ചിരിയാണ് വരുന്നത്. ശേഷം മിയാനെ ഹോസ്റ്റലിൽ വിടുമ്പോൾ അവൾ പടികൾ ശ്രദ്ധിക്കാതെ നടന്നു പോകുമ്പോൾ വീഴാനായി പോകുന്നു. അപ്പോൾ ജിയായിരിക്കും അവളെ രക്ഷിക്കുക. ആ സമയത്ത് അവൻ അവളോട് ചോദിക്കുന്നുണ്ട് സ്കൂൾ കാലത്ത് നീ എന്തിനാണ് ആ കത്തെഴുതി തന്നത്? അത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. നീ വളരെ വിഷമിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നും ഞാൻ കരുതി നീ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്, അതുകൊണ്ടാണ് നീ അങ്ങനെ എഴുതിയത്. എൻ്റെ സ്ഥാനത്ത് വേറൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ നീയും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു എന്നവൾ പറയുമ്പോൾ അവൾ ഒരിക്കലുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്യില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് കേൾക്കുമ്പോൾ അവന് സന്തോഷമാവുകയാണ്. റൂമിലെത്തുമ്പോൾ അവളുടെ റൂംമേറ്റ്സ് രാത്രി പാർട്ടിയുണ്ട്, ക്ലബിൽ പോകാമെന്ന് പറയുന്നു. ജിയയും അവിടെ വരുന്നുണ്ടെന്നറിഞ്ഞ മിയെ പോകാനായി സമ്മതിക്കുകയാണ്. പാർട്ടിയിൽ എല്ലാവരും ഓരോ കളികളായിരിക്കും, ട്രൂത്ത് ഓർ ഡെയർ. അതിൽ മിയായിരിക്കും അടുത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അവർ അവളോട് ആദ്യമായി ഒരാളെ ഇഷ്ടപ്പെട്ടത് എപ്പോഴാണ്? അത് 3 വർഷം മുമ്പാണെന്ന് ഇത് കേൾക്കുമ്പോൾ ജിയയുടെ സുഹൃത്ത് അവനോട് ഈ പെൺകുട്ടി നിനക്കല്ലാതെ മറ്റാർക്കോ വേണ്ടിയാണ്, നിങ്ങൾ രണ്ടുപേരും 3 വർഷം മുമ്പ് പോലും കണ്ടിട്ടില്ലല്ലോ,
അപ്പോൾ ജി ദേഷ്യത്തോടെ അവനോട് വാടയ്ക്കാനായി പറയുന്നു. അവർ വീണ്ടും കുപ്പി കറക്കുമ്പോൾ ഇത്തവണ കുപ്പി ജിയുടെ നേരെയായിരിക്കും ചൂണ്ടുക. അവനൊരു കാർഡ് പുറത്തെടുത്ത് അതിൽ എഴുതിയിരിക്കുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ എടുക്കണം എന്നാണ്. അപ്പോൾ ജി മിയയോട് നിനക്കെൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ മിയൻ്റെ കൂട്ടുകാർ ഉടനെ അവനോട് അതെ തീർച്ചയായും അവൾ ഇത് ചെയ്യുമെന്ന് പറയുന്നു. ശേഷം അവൾ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ ഹീറോ പാർട്ടിയിൽ വെച്ചെടുത്ത ഫോട്ടോ ചോദിച്ച് വീഡിയോ കോൾ ചെയ്യുകയാണ്. അവൾക്കാണെങ്കിൽ അവനോട് മിണ്ടാനും നാണം. അത് കാണുന്ന ഫ്രണ്ട്സ് അവളെ കളിയാക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവൻ്റെ അച്ഛൻ അവനെ കാണാനായി വന്നിരിക്കുകയാണ്. അവൻ്റെ അച്ഛൻ്റെ സൗണ്ട് കേട്ടതും മിയൻ കോൾ കട്ടാക്കി. ഹീറോയെ കാണാനായി ഷൂ വന്നിട്ടുണ്ട്. അത് പറയാനായിരിക്കും അച്ഛൻ വന്നത്. എന്നാൽ അവന് ഷൂവിനെ കാണാൻ തന്നെ താല്പര്യമില്ല. അപ്പോഴേക്കും അവൻ്റെ മുത്തശ്ശിയും വന്ന് അവനോട് പറയുന്നു, നോക്കൂ ഷൂവിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും കുടുംബ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നീ പോയി ഷൂവിനോട് സംസാരിക്കൂ. അവൾ ഇവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന്. ജി മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം മാത്രം പോവുകയാണ്. തുടർന്ന് ഷൂ മനഃപൂർവ്വം അവനെ വീഴ്ത്താൻ ശ്രമിക്കാനായി കാല് നീട്ടിയതും ഉടനെ അവൻ മാറിപ്പോവുകയാണ്. ഷൂ വന്നത് അവരുടെ വിവാഹത്തെക്കുറിച്ചും ഹീറോ അവളിൽ നിന്ന് അകന്നു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷേ ഹീറോയ്ക്ക് ഓൾറെഡി ഷൂവിനോട് പറഞ്ഞിട്ടുണ്ട് അവനെ ഇഷ്ടമല്ലെന്നും അവന് ഇഷ്ടമുള്ള ഒരാൾ ഇപ്പോഴേ ഉണ്ടെന്ന് പലതവണ വിശദീകരിച്ചു. സോ വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് അവൻ അവളെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കും സംസാരിച്ച് അവളെ പറഞ്ഞു വിടുക. ജിയുടെ അച്ഛനും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായി. അത് കേട്ട് വന്ന മുത്തശ്ശി, നിനക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അവളുടെ ഫോട്ടോ മുത്തശ്ശിയെ കാണിക്കുന്നു. അവളെ കാണാൻ സുന്ദരിയായതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമാവുകയും അവൾ നിന്റെ സ്നേഹം സ്വീകരിച്ചില്ലയോ, പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തൂടെ എന്ന് പറയുമ്പോൾ കുറച്ച് നാൾ കഴിയട്ടെ എന്നായിരിക്കും ഹീറോ പറയുക. അടുത്ത ദിവസം മിയാൻ്റെ ചേട്ടൻ അവളൊരു കുടുംബത്താഴത്തിന് കൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ്. അന്നേരം ഹീറോ വിളിക്കുമ്പോൾ അവളുടെ ചേട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നു. നീ ആരുടെ കൂടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ സഹോദരൻ്റെ കൂടെയാണെന്നും ഞാൻ അവനോടൊപ്പം ഒരു കുടുംബ ഡിന്നറുണ്ട് അവിടേക്ക് പോവുകയാണെന്ന് പറയുന്നു. ജിയുടെ സുഹൃത്ത് അത് കേൾക്കുകയും അവളൊരു ആൺകുട്ടിയുമായി ചുറ്റിക്കറങ്ങുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ആൺകുട്ടി അവനായിരിക്കുമോ? 3 വർഷങ്ങൾക്ക് മുന്നേ അവൾക്കൊരാളെ ഇഷ്ടമായിരുന്നില്ലേ? അത് കേട്ടയുടനെ അവന് ദേഷ്യം വന്ന് സുഹൃത്തിനോട് വാടയ്ക്കാനായി പറഞ്ഞു. മറുവശത്ത് അത്താഴ വിരുന്ന ശേഷം മിയാൻ്റെ ചേട്ടൻ അവളെ കോളേജിൽ തിരികെ കൊണ്ടുവിടുകയാണ്. അപ്പോൾ മിയാൻ്റെ സഹപാഠി അവളെ കണ്ടതും അവൾക്കൊപ്പം അവളുടെ ചേട്ടനാണെന്നറിയാതെ പണക്കാരനുമായി നീ ഡേറ്റിംഗ് നടത്തുകയാണോ? നോക്കൂ, അവൻ നല്ല ആളാണെന്നും ഒരു പ്ലേ ബോയ് ആണെന്നും ഞാൻ മുൻകൂട്ടി പറയട്ടെ. അത് കേട്ടതും അവൾക്ക് ദേഷ്യമെന്ന് അവനെ ചീത്ത പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഹീറോ വരികയാണ്. അവനറിയില്ല അവൾക്കൊരു ചേട്ടനുള്ള കാര്യം. ഇക്കാര്യം ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അത് അവളുടെ സ്റ്റെപ്പ് ബ്രദറാണ്. അമ്മയും അച്ഛനും ഡിവോഴ്സാണെന്നും. ശേഷം ഹീറോ അവളോട് ഇപ്പോഴും അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറഞ്ഞു. ശേഷം അവർ സിനിമയെല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ്. വഴി വെച്ച് മിയാൻ്റെ ചേട്ടനെ കാണുകയും പുള്ളി അവൾക്ക് അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത വിഭവം അവൾക്ക് കൊടുക്കാനായിട്ടായിരിക്കും വന്നത്. ചേട്ടൻ കരുതിയത് ഇവനാണ് അവളെ ശല്യപ്പെടുത്തുന്ന വ്യക്തി. അപ്പോൾ മിയൻ പറഞ്ഞു, ഇല്ല, ഇവൻ എൻ്റെ സുഹൃത്താണ് എന്ന് കേട്ടതിന് ചേട്ടൻ പോവുകയാണ്. ശേഷം ജി അവളുടെ അടുത്തേക്ക് വന്ന് ഇന്ന് നിന്നെ കാണാൻ വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞ് അവളെ ഹോസ്റ്റലിൽ ആക്കിയിട്ട് പോകുന്നു. മിയാൻ റൂമിലേക്ക് വരുമ്പോൾ അവളുടെ റൂംമേറ്റ്സ് 2 പേരും അവളെയും ജിയെയും കുറിച്ച് ഗോസിപ്പുകൾ പറയാൻ തുടങ്ങി. അടുത്ത ദിവസം മിയൻ ക്ലാസ്സിൽ വരുമ്പോൾ അതേ സഹപാഠി വീണ്ടും അവിടേക്ക് വന്ന് ജിയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയാനായി തുടങ്ങി. മിയയ്ക്ക് ദേഷ്യം വരികയും അവനെ വീഴ്ത്താനായിട്ട് ഇടയിൽ കാലുവെച്ച് അവനെ താഴെ വീഴ്ത്തുന്നു. ദേഷ്യം വന്ന അവൻ മിയയോട് ദേഷ്യപ്പെടുമ്പോൾ അവളെ പിന്തുണച്ച് റൂംമേറ്റ്സ് വരുന്നു. സോ അവന് പിന്നെ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് കോളേജ് കഴിഞ്ഞ് ആ പയ്യൻ പോകുമ്പോൾ ജി അവനോട് വഴക്കിടുകയാണ്. മിയേന് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഇതിന് നല്ല പണിയായിരിക്കും കിട്ടുകയെന്ന് ഹീറോ മുന്നറിയിപ്പ് നൽകി. പിറ്റേന്ന് അവൻ ക്ലാസ്സിൽ വരുമ്പോൾ അവൻ്റെ കാലിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുന്നു. അവന് ശരിയായ രീതിയിൽ നടക്കാനേ കഴിയുന്നില്ല. മിയോട് പേടിക്കണ്ടെന്നും ഇനി വഴക്കിടാൻ പോലും വരില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നു. ശേഷം ജി അവൾക്ക് മെസ്സേജ് അയക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് സിറ്റിയിലേക്ക് പോവുകയാണ്. സോ അവൻ പോകുന്നതിന് മുന്നേ അവളെ കാണാനായി ഹോസ്റ്റലിന് താഴെ വന്നിട്ടുണ്ട്. അത് കണ്ടതും വേഗം അവൾ ഓടി വന്നു. എന്തിന് ഷൂവിൻ്റെ ലേസ് പോലും കെട്ടാതെയായിരിക്കും ഓടുക? എന്തിനാണ് നഗരത്തിൽ പോകേണ്ടതെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് അവിടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ടാണ്. അതിനവൾ ഗുഡ് ലക്കും കൊടുക്കുന്നു. അപ്പോഴാണ് അവൾ അവൻ്റെ കൈ ശ്രദ്ധിക്കുന്നത്. മറ്റേ പയ്യനെ അടിച്ചത് ഹീറോ ആണെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ 3 ദിവസം കടന്നുപോയി. അത്രയും നാളും അവൻ മെസ്സേജ് അയക്കുന്നതിലൂടെയാണ് മിണ്ടിയത്.
ജി നാട്ടിലേക്ക് വരുന്ന ദിവസം എത്തി. ജിയുമായി അവൾക്കിന്ന് ഡേറ്റിംഗ് ആണ്. അവൾക്ക് അവനെ നാളുകൾക്ക് ശേഷം കണ്ടതിനാൽ അവൾ അവന് ഗിഫ്റ്റായിട്ട് ഒരു കറുത്ത ചരടും കൊടുക്കുന്നു. അന്നേരം ജിക്കൊരു കോള് വരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്കൊരു പ്രധാന ജോലിക്ക് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ലഗേജ് സൂക്ഷിക്കാനായിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ഇവളും റൂമിൽ വരുമ്പോഴാണ് കാര്യം അറിയുന്നത്. ജി ഷൂവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ വൈറലായിരിക്കുന്നു. മിയാൻ ഈ ഫോട്ടോ കാണുമ്പോൾ അവൾക്ക് വിഷമമാവുകയും ഇതിനു വേണ്ടിയാണോ അവൻ പോയെന്ന് ഓർക്കുന്നു. ഇവളുടെ മൈൻഡ് മാറ്റാനായി ഫ്രണ്ട്സ് ക്ലബിലേക്ക് പോകുന്നു. മറുവശത്ത് ജി ഇവിടെ ഹോസ്റ്റൽ റൂമിലെത്തുമ്പോൾ മിയാനും അവളുടെ 2 സുഹൃത്തുക്കളും ക്ലബിൽ പോയിട്ടുണ്ടെന്നും അവിടെ മെയിൽ മോഡൽ ഉണ്ടാകും എന്ന് കേട്ടതും മറ്റൊരുത്തൻ്റെ ഗേൾ ഫ്രണ്ടും പോയിട്ടുണ്ടെന്നും അവിടെ അടുത്തേക്ക് പോകുന്നത് ഹീറോ കാണുകയും വേഗം അവൻ ഡ്രസ്സ് മാറി അവൻ്റെ കൂടെ പോവുകയാണ്. ഹീറോ അവിടെ എത്തുമ്പോഴേക്കും അവൾ പാതി ബോധയിലാണ്. ജിയെ കണ്ട് ഷൂവിൻ്റെ കൂടെ കറങ്ങി നടന്നിരുന്നെന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അവൻ അവളോട് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അവൾ എൻ്റെ കാമുകിയല്ല എന്നും ഒന്നാമതമായി ഞാൻ അവളുടെ ഒപ്പം എവിടെയും പോയിരുന്നില്ല. ഞാൻ ആശുപത്രിയിൽ എൻ്റെ മുത്തശ്ശിയെ കാണാൻ പോയിരുന്നു. അപ്പോഴേക്കും അവളുടെ മുഴുവൻ ബോധം പോയതിനാൽ അന്ന് രാത്രി ക്ലബിലെ ഹോട്ടൽ റൂമായിരിക്കും താമസിക്കേണ്ടി വരിക. രാവിലെ മിയാൻ ഉണരുമ്പോൾ അവൾ തൻ്റെ റൂംമേറ്റ്സിനോട് ചോദിച്ചു, ഞാൻ ഇന്നലെ ധാരാളം ബന്ധിപ്പിച്ചിരുന്നോന്ന്. അതുകൊണ്ട് അവൾ ചില വിചിത്രമായ കാര്യങ്ങൾ ചെയ്തെന്ന് പറയുമ്പോൾ മിയാൻ വേറെന്തൊക്കെയോ ചിന്തിച്ചു ഞെട്ടി. ശേഷം ഹോസ്റ്റലെത്തിയതും അവൾ ഹീറോയോട് ഇന്നലെ രാത്രി എന്താണ് നടന്നെന്ന് ചോദിച്ചു. അവന് അവളെ കാണാനായി താഴെ വന്നിട്ടുണ്ടാകും. വേഗം ഇവൾ താഴെ വന്ന് ഇന്നലെ രാത്രി എന്താണ് നടന്നത്, അതിനവൻ എല്ലാം നമ്മൾക്കിടയിൽ നടന്നതായി കള്ളം പറയുമ്പോൾ അവൾക്ക് വിഷമമാവുന്നു. അത് കണ്ട ഹീറോ, നീ എൻ്റെ കഴുത്തിൽ ചുംബിച്ചു. എനിക്കും ഷോനിടയിൽ എന്തുമില്ല. എനിക്ക് അവളെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല. എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. ശേഷം അവൾ റൂമിലെത്തുമ്പോൾ ഫ്രണ്ട്സിനോട് താനും ദിയാങ്ങും ഡേറ്റിങ്ങിലാണെന്ന് കേട്ടതും അവർക്ക് ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ ജിയയും മിയയും അവരുടെ ഡേറ്റിംഗ് ദിവസം എത്തുകയാണ്. ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.